നമ്മൾ പോകുന്നത് സുരേഷ് ഗോപിയുടെ കേരള സന്ദർശനമാണ്. സുരേഷ് ഗോപി കേരളത്തെ സംബന്ധിച്ച് ഒരു ഐക്കണാണ്. അദ്ദേഹം വലിയ വിജയം ബിജെപിക്ക് വേണ്ടി കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണ്. അദ്ദേഹം വീണ്ടും കേരളത്തിൽ എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ തുടരുന്നു. കണ്ണൂർ ജില്ലയിലേക്ക് സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അദ്ദേഹം മാടായിക്കാവ്, പറശ്ശിനിക്കടവ്, ഒപ്പം നയനാരുടെ വീട് ശാരദാസിലടക്കം, കല്യാശ്ശേരിയിലെ ശാരദാസിലടക്കം, പയ്യാമ്പലത്തടക്കം സന്ദർശന പരിപാടികൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എസ് വിനേഷ് കുമാർ അവിടെ എത്തിയിട്ടുണ്ട്. വിനേഷ്, സുരേഷ് ഗോപി എപ്പോഴേക്കെത്തും? ഒപ്പം സന്ദർശന പരിപാടികൾ, തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ഷെഡ്യൂൾ ചെയ്ത പ്രകാരം 12 മണിയോടുകൂടി തന്നെ സുരേഷ് ഗോപി കണ്ണൂരിലെത്തും. കണ്ണൂരിലുള്ള മാടായിപ്പാറ തിരുവാർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ആദ്യം സന്ദർശനം നടത്തുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കായിരിക്കും അദ്ദേഹം വരിക. ഇവിടെ സന്ദർശനം നടത്തിയ ശേഷം കൃത്യമായി തന്നെ 1:30 നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന EK നായനാരുടെ വിധവ ശാരദ ടീച്ചറെ അവർ സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശാരദാസിൽ എത്തുകയാണ്. അവിടെ ഒരു അരമണിക്കൂറോളം അവിടെ സമയം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും മറ്റു പരിപാടികൾ. കാരണം ഈ 1:30 സന്ദർശിച്ച ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് സുരേഷ് ഗോപിയുടെ പരിപാടികളൊന്നുമില്ല. അതിനുശേഷം 3 മണിക്കാണ് പയ്യാമ്പലത്തുള്ള ഈ സ്മൃതി കുടീരത്തിലെത്തുകയും അവിടെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം 3:45 കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം ഉടൻ തന്നെ കൊട്ടിയൂരിലേക്ക് തിരിക്കും. പിന്നെ കൊട്ടിയൂരിലെത്തുക 5 മണിക്കാണ്. 5 മണിക്ക് കൊട്ടിയൂരിലെ പരിപാടി, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ, അവിടെ നമുക്കറിയാം അവിടെ കൊട്ടിയൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടിയൂർ സന്ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 7 മണിയോടെ തിരിച്ചു വന്ന ശേഷം തളിപ്പറമ്പിലുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലായിരിക്കും സന്ദർശനം നടത്തുക. അതിനുശേഷം 8 മണിയോടുകൂടി ഗസ്റ്റ് ഹൗസിലെത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്ത പരിപാടി. എന്തായാലും കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്ക് കൃത്യം എത്താൻ സാധ്യതയില്ലെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കുറച്ച് സമയത്തേക്ക് വൈകാനുള്ളൊരു സാധ്യതയാണ് എന്തായാലും കാണുന്നത്. ഏതായാലും ഇത്രയും പരിപാടികളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി പാലിക്കപ്പെടും. ഇതിൽ ക്ഷേത്ര സന്ദർശനം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഇതിൽ 2 പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് EK നായനാരുടെ വീട് സന്ദർശിക്കുക. നമുക്കറിയാം, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം, പാർട്ടിയുടെ എല്ലാമായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വീട് സന്ദർശിക്കുന്നു. പക്ഷേ അതിനകത്ത് വേറെ പ്രതിഷേധങ്ങളോ എതിർപ്പൊന്നുമില്ല. തികച്ചും വ്യക്തിപരമായ സന്ദർശനം എന്നുള്ള രീതിയിൽ തന്നെയുള്ള ആണ് അവർ CPM എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതിനൊരു വേറൊരു വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഈ സ്മൃതി കുടീരത്തിലാണ്, പയ്യാമ്പലം. നമുക്കറിയാം അവിടെയാണ് മാരാർജി, അതായത് BJPയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും BJPക്ക് അടിത്തറയിട്ട ഒരാൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നേതാവാണ് മാരാർ. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരമുണ്ട്. ആ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം വീണ്ടും ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുക. യെസ് വിനേഷ്, ഈ സുരേഷ് ഗോപിയുടെ കേരള സന്ദർശനത്തിൽ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കണ്ണൂരിലെ ശാരദാസിലെ സന്ദർശനം. നായനാർ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു BJPക്കൊപ്പം ചേർന്നല്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച ആളാണ്. അദ്ദേഹം പലപ്പോഴും നായനാരുമായുള്ള വ്യക്തിബന്ധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ട് കണ്ണൂരിൽ ശാരദാസിലെത്തുമ്പോൾ അതിലൊരു വലിയ കൗതുകമില്ലേ വിനേഷ്? ശരിക്കും അതിൽ എന്താണ്, നായനാരുടെ വീട്ടിൽ എന്തെങ്കിലും തയ്യാറെടുപ്പുകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അക്കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തമാവുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചുള്ളൊരു തയ്യാറെടുപ്പുകളൊന്നുമില്ല. സാധാരണ ഒരു സന്ദർശനമാണ്. എന്തായാലും അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായിട്ട് അവിടെ സന്ദർശിക്കാൻ വരുന്നു. അത് വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സന്ദർശനമായിട്ട് തന്നെയാണ് CPM കാണുന്നത്. അതുപോലെ തന്നെ ശാരദാസിലുള്ളവരൊക്കെ എല്ലാം കാണുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പലരും വോട്ട് ചോദിച്ചു വരാറുണ്ട്. അവിടെ CPMകാർ മാത്രമല്ല BJPക്കാർ പോലും വോട്ട് ചോദിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ മറ്റു വിലക്കുകളൊന്നും ആർക്കും ഇല്ലാത്തൊരു സ്ഥലമാണ്. സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് EK നായനാർ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള ഒരു അടുപ്പം അത് പലപ്പോഴും നമുക്കറിയാതെ അദ്ദേഹം BJPയിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശാരദാസിൽ എത്തുന്നത് ഒരു വിവാദമാക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് വന്നു പോവാം എന്നുള്ളൊരു നിലപാട് തന്നെ CPMനുമുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആ ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. അതിലെന്തായാലും വേറൊരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഒരു വിമർശനത്തിനോ അല്ലെങ്കിൽ വിവാദത്തിനോ ഉള്ള സാധ്യത
തൽക്കാലത്തേക്ക് കാണുന്നില്ല. ഇനിയിപ്പോൾ അതിൽ വേറെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വമോ ആരോ അക്കാര്യത്തിൽ ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞത് പുറത്ത് വന്നിട്ടുമില്ല, നമുക്കറിയാം. എന്തായാലും അത് ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ കഴിയും. കാരണം സുരേഷ് ഗോപിയുടെ സന്ദർശനം പിന്നെ BJPയുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള സന്ദർശനമോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സന്ദർശനമോ അല്ല. തികച്ചും അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ എത്തുക എന്നുള്ളത് തന്നെ, ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിനിടയിലാണ് ഈ 2 പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് സ്മൃതി കുടീരത്തിലാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, BJP നേതാക്കളൊക്കെ CPM-മായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി നേതാക്കളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് RSS BJP പ്രവർത്തകരെല്ലാം തന്നെ. അത്തരത്തിൽ നമുക്ക് KT ജയകൃഷ്ണൻ മാഷോ അങ്ങനത്തെ വീടുകളിലൊന്നും അദ്ദേഹം സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. സജിത്ത് പറഞ്ഞ പോലെ തന്നെ EK നായനാർ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ അതിനൊരു കൗതുകം വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം BJP CPM സംഘർഷം നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. സ്വാഭാവികമായും അത്തരത്തിലുള്ള RSS നേതാക്കളുടെയോ BJP നേതാക്കളുടെയോ വീടുകളൊന്നും സന്ദർശിക്കാതെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നായനാരുടെ വീട്ടിലെത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടത്. ശരി, അതാണ് സാഹചര്യം. വിനേഷ്, ഒപ്പം ഈ പറശ്ശിനിക്കടവിലെ ഈ സുരേഷ് ഗോപിയുടെ സന്ദർശനം, അവിടുത്തെ ക്രമീകരണങ്ങൾ, അത്തരം ചില ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. എന്താണ് അവിടെ വരുന്നതിന് വേണ്ടി അദ്ദേഹം സ്വാഭാവികമായും കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായ സുരക്ഷ അവിടെ ഒരുക്കേണ്ടതുണ്ട്. ഒരു MP വരുന്നത് പോലെയല്ല. അപ്പോൾ അത്തരം ക്രമീകരണങ്ങളും മറ്റും ആ ദൃശ്യങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ കാണാനില്ല. കാരണം അദ്ദേഹം ഉച്ചയോട് കൂടിയാണ് എത്തുന്നത്. സാധാരണ ഒരു സന്ദർശനം എന്നുള്ള രീതിയിലാണ്. പ്രധാനമായും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കണ്ണൂരിലെ 2 പരിപാടികൾ, ഒന്ന് ശാരദാസിൽ അദ്ദേഹം എത്തുന്നതും മറ്റൊന്ന് ഈ പയ്യാമ്പലത്തുള്ള സ്മൃതി കുടീരത്തിലുമാണ്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ നിലയിലുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനമാണ്. അതിനൊരു കനത്ത സുരക്ഷാ സംവിധാനങ്ങളൊന്നും നമുക്ക് എവിടെയും തന്നെ കാണാൻ, പക്ഷേ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ്. ഇവിടെയാണ് പോലീസോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ആരും തന്നെ ഇവിടെ ഇല്ല. എന്തായാലും 1 മണിയോടുകൂടി അദ്ദേഹം, 1 മണി എന്നുള്ളത് ഇനിയും വൈകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനുശേഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് വരുന്ന വഴിയിൽ, അതായത് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ചിലയിടങ്ങളിൽ പോലീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഉച്ചയോടുകൂടി തന്നെ കൂടുതൽ പോലീസ് ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സാധാരണ പോലെ തന്നെയാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം ഉള്ളത്. പോലീസോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അതാണ് സാഹചര്യം അവിടുത്തെ. ഒപ്പം ഈ കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയും അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്രമീകരണങ്ങൾ? പയ്യാമ്പലത്ത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരമുള്ള ഇടമാണ്, കൂടുതലായി മറ്റുള്ളവരുടെയും ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം വരുന്നു. ഒപ്പം അദ്ദേഹം നാളെ അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ, അതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? അതിനുശേഷം അദ്ദേഹം സ്വന്തം മണ്ഡലമായ തൃശ്ശൂരിലേക്കുള്ള യാത്ര, അതിൻ്റെ ക്രമീകരണങ്ങൾ ലഭ്യമാവുന്നുണ്ടോ വിനീഷ്? സജിത്ത്, അതായത് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് 8 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പരിപാടി അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പരിപാടി സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം പാർട്ടി നേതാക്കൾക്കോ മറ്റാർക്കും അതേക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടി, അതായത് ഈ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം 3:45 അദ്ദേഹം ഗസ്റ്റ് ഹൌസിലെത്തുകയും ഗസ്റ്റ് ഹൌസിൽ നിന്ന് 5 മണിയോടുകൂടി കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം 7 മണിക്കാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തുക. അതിനുശേഷം 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പരിപാടി അവസാനിക്കുന്നുണ്ട്. നാളത്തെ പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ ഷെഡ്യൂളിന്റെ ഈ ഒരു പ്ലാനിൽ കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് തന്നെ മടങ്ങിപ്പോകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും എന്തായാലും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. സമയത്തിലൊക്കെ എല്ലാം തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഷെഡ്യൂളിൽ മാറ്റം വരുന്നത്. സമയത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ആദ്യം നമുക്കറിയാം, നമ്മൾ BJP കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് ഈ പറഞ്ഞ കൊട്ടിയൂരായിരിക്കും ആദ്യം സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. പിന്നീടാണ് ഇത് മാടായിലേക്ക് മാറ്റി ഈ പരിപാടികൾ കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം രാത്രിയോടുകൂടി കൊട്ടിയൂരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ്, നമുക്കറിയാം ഏറ്റവും പ്രസിദ്ധമായ കണ്ണൂരിലെ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം. അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം അതോടുകൂടി അദ്ദേഹത്തിന്റെ പരിപാടി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരിപാടി സംബന്ധിച്ച് ഏറ്റവും പുതിയതായി ലഭിച്ച ഷെഡ്യൂളിൽ എവിടെയും തന്നെ കാണാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ തന്നെ പറശ്ശിനിക്കടവിലെത്തും. കണ്ണൂരിലെ സന്ദർശന പരിപാടികളിലേക്ക് അദ്ദേഹം എത്തുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക്